UDFുമായി ഇടഞ്ഞ് രാജാക്കാട്ടിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് പ്രതിനിധിയെ അവഗണിച്ച കോൺഗ്രസ് പ്രവർത്തകർ 8ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചെന്നും ഇതാണ് പരാജയത്തിന് കാരണമെന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിബി കൊച്ചുവള്ളാട്ട്. തനിക്കെതിരെ പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതാണ് കേരള കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. നടപടി ഉണ്ടാകാതെ UDFുമായി സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. അതേസമയം സ്വതന്ത്രനായി വിജയിച്ച ലീഗ് പ്രതിനിധിയെ ഒപ്പം നിർത്തി UDF അംഗമെന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചാരണം നടത്തുന്നുണ്ടെന്നും സിബി കൊച്ചുവള്ളാട്ട് ആരോപിച്ചു. ഈ 9ാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ നിലവിൽ ആ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്നും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായും എൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമെന്ന് ധരിപ്പിച്ചാണ് ഞാനവിടെ മത്സരരംഗത്തേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ ഈ സ്വതന്ത്രനായി മത്സരിച്ച ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ അവിടുന്ന് പിൻവലിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച എനിക്ക് വിജയത്തിലേക്ക് പോകാൻ പാകത്തിന് ക്രമീകരിക്കാൻ അവർക്കൊട്ട് കഴിഞ്ഞുമില്ല. ഇതൊക്കെ കഴിഞ്ഞു പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വശം. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ രംഗത്ത് വന്ന കോൺഗ്രസിൻ്റെ ഭാരവാഹികളും സജീവ പ്രവർത്തകർക്കുമെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം. അതുപോലെ തന്നെ റിബലായി മത്സരിച്ച ആളെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഫോട്ടോകളൊക്കെ പ്രസിദ്ധീകരിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് 11 അംഗങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള പ്രചരണം നടത്തുന്നതും ഒരു മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അതിനേക്കാളും ഉപരിയായി ഒരു വിഷയം, ഒരു പഞ്ചായത്ത് ഭരണം മുന്നണി എന്നുള്ള നിലയ്ക്ക് പങ്കിടുമ്പോൾ അത് കോൺഗ്രസ്സിന് എത്ര ഭൂരിപക്ഷമുണ്ട് എന്നിട്ട് നോക്കിയിട്ടല്ല, കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച ആൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് അർഹതയുണ്ട്. അത് സാമാന്യം എവിടെയും പരിഗണിക്കപ്പെടേണ്ട ഒരു മുന്നണി മര്യാദയാണ്. അത് പാലിക്കാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസുമായി ഇവിടെ സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ജില്ലാ നേതൃത്വവുമായി ആലോചിച്ച് കൈക്കൊള്ളാമെന്ന് വിചാരിക്കുകയാണ്. UDF ഔദ്യോഗികമായി ആണോ എന്നറിയില്ല. ചില പോസ്റ്റുകളിലും ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കിടലും ഒക്കെ കാണുമ്പോൾ യഥാർത്ഥമായി ഈ ലീഗ് സ്ഥാനാർത്ഥിയായി ആയിരുന്നോ ഐക്യജനാധിപത്യ മുന്നണി അവിടെ പിന്തുണച്ചത് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ചെന്ന് ഭവിക്കുന്നത്. ജില്ലാ നേതൃത്വമായി ചില ആളുകളുമായി ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ ഒരു രേഖാമൂലമുള്ള പരാതിയൊന്നും കൊടുക്കാൻ ഇതുവരെ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ വിഷയത്തെ കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തിൻ്റെ വലിയ ലഹരിയിലാണ്. അവർക്കിനി ഘടകകക്ഷികളെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്കാണ് ചിന്തിക്കുന്നതെന്നാണ് അവരുടെ ചില തലമുതിർന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ഉറപ്പായും ആ നിലപാടിലല്ലേ പോകാൻ കഴിയൂ. ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച പാർട്ടി സ്ഥാനങ്ങളുള്ള മണ്ഡലം സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളുകൾ വരെ ഈ സ്വതന്ത്രന് പുറകെ നടക്കുകയും അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ അയാൾക്ക് അനുകൂലമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ നടപടിയെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നിരാശയിലാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയത് മുതൽ ഏറ്റവും വിവാദമായി നിലനിന്നിരുന്നത് UDFുമായി ഇടഞ്ഞ് ലീഗ് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. 8ാം വാർഡിലെ സ്ഥാനാർത്ഥിത്വം ലീഗിന് നിഷേധിച്ചു എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പരാതി. പിന്നീടാണ് ലീഗ് പ്രതിനിധിയായി ഒരാൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും സിബി കൊച്ചുവള്ളാട് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ലീഗ് പ്രതിനിധിയായി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുധീർ കോട്ടക്കൂടി അവിടെ വിജയിച്ചിരിക്കുന്നു. അവിടെ വിജയിച്ചതിന് ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് കേരള കോൺഗ്രസ് വീണ്ടും വലിയ വിവാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ ആരോപണം. മറ്റൊന്ന് പ്രധാനമായി ഉന്നയിക്കുന്നത് UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് തനിക്ക് ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസ് പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോയത്. ഇതാണ് പരാജയത്തിന് കാരണമെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് കേരള കോൺഗ്രസ് എന്തായാലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന പോര് ലീഗും കോൺഗ്രസുമായിട്ടായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിയുമ്പോൾ ആ ചേരിപ്പോര് ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസും
കോൺഗ്രസുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും മറ്റു പ്രതികരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.